അങ്ങനെ ഞങ്ങൾ കശ്മീരിലെ ട്രെയിനിലേക്ക് കയറാണ്. ട്രെയിൻ അടിപൊളിയായിരുന്നു. കുറേ സമയം ഉറങ്ങി, പക്ഷെ കുറേ കോളേജ് പിള്ളേരുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഇവരുടെ പാട്ടാണ് കേൾക്കുന്നത്, നൈസായിരുന്നു. ട്രെയിനിൽ വെച്ചൊരു കുഞ്ഞു കുട്ടീനെ കണ്ടിട്ടോ, അതിന് ചൊറയാക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ട്രെയിൻ മൊത്തം അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി ജമ്മു താവിയിലേക്ക്. 5 മണിക്ക് ഞാനാണെങ്കിൽ മൂക്കം വലിച്ച് അവിടെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ആക്ച്വലി ജമ്മു താവി എത്തിയപ്പം ഞങ്ങൾ ജമ്മു താവിയോട് ടാറ്റ പറഞ്ഞ് അവിടുന്ന് ആക്ച്വലി ഒരു നല്ല ചായ ഒക്കെ കുടിച്ചു കേട്ടോ. അവിടെ ഞങ്ങൾ ചായയും പഫ്സൊക്കെ കഴിച്ചു. ഞങ്ങൾ പഫ്സ് കഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനഗറിലേക്ക് ഒരു ബസ്സായിരുന്നു. ഞങ്ങളിങ്ങനെ പറയാണ്, കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ആക്ച്വലി ഞങ്ങൾ ജനറലായിരുന്നു വന്നത് ജമ്മു താവി വേറെ ട്രെയിൻ കിട്ടിയില്ല, ഡൽഹി ടു ജമ്മു താവി. സോ ഞങ്ങൾ നട്ടുവൊക്കെ ഒട്ടിഞ്ഞ് പണ്ടാറടങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം മറീന എക്സ്പ്ലെയിൻ ചെയ്യാണ് എങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്നൊക്കെ. ഇത് കണ്ടോ, ഞാൻ നടുവൊക്കെ ഒട്ടിഞ്ഞിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ജമ്മു താവി ടു ശ്രീനഗറിൽ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ ആക്ച്വലി എല്ലാ സീസൺസിലും ഓരോ പോലെയാണ് കാശ്മീർ കാണാൻ പറയാം. ലൈക്ക് ഇതിപ്പോൾ ഞങ്ങൾ പോയത് മാർച്ചിലാണ്, അതായത് വിന്റർ കഴിഞ്ഞു സമ്മറൊക്കെ ഇതാകുന്ന സമയത്ത് ഞങ്ങൾ ശ്രീനഗർ എത്തി. ഒരു ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ശ്രീനഗർ എത്തിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പറയാണ് ശ്രീനഗർ എത്തി. എന്നിട്ട് അവിടെ ഞങ്ങൾ ഹോട്ടലിന്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നല്ല തണുപ്പുണ്ട്. ശ്രീനഗർ അടിപൊളി തണുപ്പായിരുന്നു. മറിയ ഇങ്ങനെ കടകടകടന്ന് വിറയ്ക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ആരെങ്കിലും വരുമോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ റൂമിൽ കയറി. ഇതാണ് ഞങ്ങളെ റൂം, കുട്ടി റൂം. കുറെ പ്രാന്ത് പിടിച്ചിട്ടാണ് അവിടെ എത്തിയതെങ്കിലും വ്ളോഗ് എടുക്കുന്നത് ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ നല്ല ടയർഡായിരുന്നു, കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ ഞങ്ങൾ ബെഡിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വെറ്റർ, സോക്സ്, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച സോക്സ്, സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. ഇതാണ് ഞങ്ങൾ കബേർഡ്. അപ്പം 2 ആൾക്കാർക്ക് മാത്രം നിൽക്കേണ്ട ഒരു റൂം. അപ്പൊ ചെറിയൊരു കബേർഡ് സെറ്റപ്പ് ആണ്. അപ്പൊ ഇതായിരുന്നു Day 1 in Kashmir. സോ Day 2 നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.